അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് കണ്ടില്ലേ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൂടെ പോകുന്ന വഴിക്ക് കണ്ടതാണ് ചെമ്പരത്തി. ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ വീഡിയോ ഇടാൻ ഉള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ കാലങ്ങളായി ഇവിടെ ഇങ്ങനെ പൂക്കൾ കാണാറില്ല. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തതിന് ശേഷം നമ്മുടെ ചെമ്പരത്തി കണ്ട വളരെ ഭംഗിയായിട്ട് ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെമ്പരത്തി തൈ നിൽക്കുന്നുണ്ട് എന്ന് തന്നെ അറിയാൻ കഴിയുന്നത്. ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ചെമ്പരത്തി ഇവിടെ ഉണ്ടായിരുന്നു എന്നോ നമുക്കൊരിക്കലും അറിഞ്ഞിരുന്നിട്ടില്ല. കാരണം മഴ പെയ്തതിന് ശേഷം ഈ ചെമ്പരത്തിയൊക്കെ ഒന്ന് നല്ല പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഉണ്ടോ, പൂകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ അതിര് തിരിക്കാൻ വേണ്ടിയിട്ട് മതിലിന് പകരം ഉപയോഗിച്ചിരുന്നത് ചെമ്പരത്തി പൂവ്, അതുപോലെ ഇതേപോലെയുള്ള ചെടി അല്ലേ, പേര് നമുക്കറിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള ചെടികളൊക്കെ ആയിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ അതിര് തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുത്തിയിരുന്നത്. അതുപോലെ തന്നെ ഇത് കാണുന്നറിയോ, ഇത്രയും ഇതിപ്പോൾ ഇന്നൊക്കെ നമ്മുടെ നാടുകളിൽ അങ്ങനെ കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, എന്നാലും ഇത്രയും പഴക്കം ചെന്ന ഒന്നും ഉണ്ടാവില്ല. ഏകദേശം ഒരു 30 വർഷത്തോളം പഴക്കമുണ്ട് ഈ കാണുന്ന മൈലാഞ്ചി തൈയല്ല, വലിയൊരു മരമാണ്. കണ്ടല്ലേ, ഇതുണ്ടോ അതിൻ്റെ കടല് കട പോയിട്ടുള്ളത്. നല്ലോണം ഏകദേശം 30 വർഷത്തിൻ്റെ മേലെ എന്തായാലും ഉണ്ടാകും. ഏകദേശം 10-20 വർഷമായി ഇവിടെ വന്നിട്ട്. ഏകദേശം 10 വർഷം അതിന് മുന്നേ ഞങ്ങൾ കുറച്ച് താഴത്തായിരുന്നു താമസിച്ചിരുന്നത്. അന്നൊക്കെ ഇതുണ്ട്, സ്കൂൾ പഠിക്കാൻ നിന്ന സമയത്തൊക്കെ ഏകദേശം അന്നൊക്കെ ഇതേപോലെ നിൽക്കുന്നുണ്ട്. ഏകദേശം 30 വർഷത്തോളം പഴക്കം കാണും ഈ മൈലാഞ്ചി തൈക്ക് തന്നെ. ഉണ്ടോ, ഇത് വലിയ മൈലാഞ്ചി തൈ എന്ന് പറയാൻ പാടില്ല, വലിയ മരം തന്നെയെന്ന് പറയാം. കാട് പോലെ ഇന്നും ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ മൈലാഞ്ചി ഇതിൽ നിന്നാണ് കൊമ്പ് പൊട്ടിച്ച് പോകുന്നത്. നല്ല കായകളുണ്ടാവും ഇതിന്മേൽ. ഉണ്ടോ, അത്രത്തോളം വർഷം പഴക്കമുണ്ട്. അപ്പോൾ വീഡിയോ ഇടാൻ കാരണം ഈ തെച്ചിനെ കണ്ടപ്പോൾ അതിൻ്റെ കൂടെയും ഈ മൈലാഞ്ചിൻ്റെ കഥ പറഞ്ഞത് മാത്രം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.